എന്താ സാർ അത് മാഡത്തോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ആരാ? VP മെയ്ഡിനെ ആവശ്യപ്പെട്ട് വല്ല ഏജൻസിയും കോണ്ടാക്ട് ചെയ്തിരുന്നോ? ആ, എത്തിയോ? ഞാനത് പറയാൻ മറന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ നിങ്ങളുടെ പേര്? ശ്രീലത. ജോലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏജൻസിന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞു കാണുമല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ട് സർ. ഹൗസ് ക്ലീനിങ്ങും പിന്നൊരാൾക്ക് 3 നേരം ഭക്ഷണം വെച്ചുണ്ടാക്കുന്ന ജോലിയാണെന്നാ പറഞ്ഞത്. ഒരാൾക്കെന്നുള്ളത് 2 പേർക്കായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യമുള്ള ഗ്രോസറി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു വെക്കുകയും വേണം. അതെല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം സർ. പിന്നെ എല്ലാ ദിവസവും കൃത്യമായി ജോലിക്ക് എത്തുന്ന ആളായിരിക്കുന്ന ഏജൻസി എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? വരും സർ. അല്ലെങ്കിൽ എന്റെ ശമ്പളത്തിൽ നിന്നല്ലേ കുറയുന്നത്? സാറിന്റെയും മാഡത്തിന്റെയും ഇഷ്ടമുള്ള ആഹാരം ഏതാണെന്ന് പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ വെച്ച് തന്നോളാം. ഓ, അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന വൃത്തിയുള്ള ഫുഡായിരിക്കണം, അതുമാത്രമേ നിർബന്ധമുള്ളൂ. എന്നെ ആ കാര്യത്തിൽ സാറിന് കണ്ണു അടച്ച് വിശ്വസിക്കാം. വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് സർ. അങ്ങനെയുള്ള വീടുകളിലേ ഞാൻ ജോലിക്ക് പോകാറുള്ളൂ. എന്നാ പിന്നെ കിച്ചണിലേക്ക് വന്നോളൂ. മാഡം, ഞാനെന്നാ കിച്ചണിലോട്ട് കയറട്ടെ? എവിടെയാ കിച്ചൺ? അവിടെയാ. 2 പേർക്കും ഞാനൊരു ചായ എടുക്കട്ടെ? എനിക്ക് വേണ്ട. പിന്നെ ഭക്ഷണം ഒരാൾക്കുള്ളത് മതി, എനിക്കുള്ളത് ഞാൻ ഉണ്ടായിക്കോളാം. ശരി മാഡം. സാറിന് ചായക്ക് മധുരം എങ്ങനെയാ? ആവാം. ശരി സാറേ, ഇപ്പൊ കൊണ്ടുവരാം. VP, നമ്മൾ 2 പേരും മാത്രമുള്ള വീട്ടില് എനിക്കൊരാൾക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ ഇവിടെ. എന്നിട്ടും എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു മെയ്ഡിനെ വെച്ചത്? ഇതുവരെ എനിക്ക് വേണ്ടി താൻ ചെയ്തതൊക്കെ ഒരു ഭാര്യയുടെ കടമയും ഉത്തരവാദിത്വമായിരുന്നു. പരസ്പരം പിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് വേണ്ടി താൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതിലൊക്കെ ഒരു ഔചിത്യക്കുറവുണ്ട്. അതുകൊണ്ട് അത്തരം ജോലികൾക്ക് വേണ്ടി ഒരാളെ വെച്ചെന്നേ ഉള്ളൂ. പിരിയാൻ തീരുമാനിച്ചല്ലേ ഉള്ളൂ, പിരിഞ്ഞില്ലല്ലോ. നിയമപ്രകാരം നമ്മൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. നിയമത്തിന്റെ വഴിയെ മനസ്സ് പോയിക്കൊള്ളുന്നില്ലല്ലോ ഗീത. നമ്മളിപ്പോ കെട്ടുപാടുകളില്ലാത്ത 2 വ്യക്തികളാണ്. ഒരു വീട്ടിൽ താമസിക്കുന്നതേ ഉള്ളൂ. പരസ്പരം ബാധ്യതയാവേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ ഓർത്തില്ല. ഇനിയിപ്പോ മെയ്ഡിനെ വെച്ചത് ഗീതയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവരൊഴിവാക്കാം. പക്ഷെ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ സർവീസിനും താൻ പ്രതിഫലം വാങ്ങണം. അതിന് തയ്യാറാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. മുരളി, ആ ടീച്ചറിന്റെ പഞ്ചാര വർത്താനം കേട്ട് അശ്വതിയുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും. ഇനി നീയും കൂടെ ആ വലയിൽ പോയി കുടുങ്ങരുത്. അവരെന്തൊക്കെ വരട്ട് ന്യായം പറഞ്ഞാലും നീ പിടിച്ച പിടിയാലെ നിന്നോണം. കാര്യം ഈ കല്യാണം നടക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാ. പക്ഷെ ആ ഒരു പഴുത് നീ അവരുടെ മുമ്പിൽ കാണിക്കരുത്. നീ വാ. ടീച്ചർ വന്നിട്ട് കുറച്ചു നേരമായോ? ആ, ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അപ്പോഴാ മുരളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. എന്നാ പിന്നെ മുരളിയും കൂടെ കണ്ടിട്ട് പോകാലോ എന്ന് കരുതി. അല്ല, അമ്മ ഇത് എവിടുന്ന് കിട്ടി? രാജീവൻ എന്നെ കൊണ്ടുവന്ന് മുരളിയുടെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടാ പോയത്. ഓ, അവിടെ ഇരുന്ന് മുഷിഞ്ഞപ്പോ ഞാനിങ്ങ് ഇറങ്ങാൻ തുടങ്ങിയതാ. അപ്പോഴാ നീ വിളിച്ചത്. എന്നാ പിന്നെ ടീച്ചറിനെ മുഖതാവി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അങ്ങ് പോകാമല്ലോ എന്ന് കരുതി പോന്നതാ. അതേതായാലും നന്നായി, മുരളിയെയും ഇന്ദിരാമ്മയും കൂടി കാണാൻ പറ്റിയല്ലോ. അപ്പോഴേ ടീച്ചറെ, ഞാൻ പറയുന്നതുകൊണ്ട് അലോക്യൊന്നും തോന്നരുത്. ഇവർക്ക് 2 പേർക്കും ടീച്ചറിനോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. പക്ഷേ എനിക്കങ്ങനൊന്നുമില്ല കേട്ടോ. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അവസാനം കാര്യത്തോടടുക്കുമ്പം കൈമലർത്തി കാണിക്കുന്ന ഈ ഏർപ്പാട് അത്ര നല്ലതല്ല. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പുവിന്റെ കാര്യത്തിൽ ഒരാശയക്കുഴപ്പം. ആരും ഇവിടെ ഈ ആലോചന വേണ്ടാന്ന് വെച്ചിട്ടില്ലല്ലോ. ഉണ്ടോ മുരളി? ടീച്ചർ പറയുന്നത് ശരി തന്നെ.
എന്നാലും അപ്പുവിന്റെ കാര്യത്തിൽ ഈ കൺഫ്യൂഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ലല്ലോ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് പിരിയുന്നതല്ലേ നല്ലത്? അതെ, അത് തന്നെയാ വേണ്ടത്. അല്ലാതെ ഇതിങ്ങനെ ഇട്ടുവഴിച്ചും കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? അല്ലേലും ഇത് എവിടുത്തെ നാട്ടുകടപ്പാ ടീച്ചറെ? തന്റെയും തള്ളയും ജീവിച്ചിരിക്കാത്ത ഒരു പെങ്കൊച്ചിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പരോപകാരം ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഇതങ്ങനെയല്ലല്ലോ. കയ്യിലിരിപ്പ് കൊണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ഒരുത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഈ ബാധ്യത എടുത്ത് തലേ വെക്കുന്നത്? ടീച്ചറെ, ഒന്നാമതേ അവളൊരു ശാപം പിടിച്ച ജന്മ. എവിടെ ചെന്ന് കയറിയാലും അവള് മുടിച്ചേ ഇറങ്ങും. ഞങ്ങൾ കുറെ അനുഭവിച്ചതല്ലേ, ഇപ്പൊ നിങ്ങളും അനുഭവിച്ചു തുടങ്ങിയേ. നോക്കി നിരാമേ, അപ്പു ഒരു ശാപമായിട്ടോ ശല്യമായിട്ടോ എനിക്കോ ജോബിനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇതിപ്പോ അങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ. ടീച്ചറും മോനും തലയെ കൈവച്ച് ഓടുന്നത് നമുക്ക് കാണാം. അമ്മയൊന്നും മിണ്ടാതിരിക്കെ. ഈ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് ആലോചിച്ചാ പോരെ? ഇനി കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല അശ്വതി. ഞാൻ പറഞ്ഞല്ലോ, അപ്പുവിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാതിരിക്കില്ല. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. സമയം എന്ന് പറയുമ്പോൾ എത്ര സാവകാശം വേണം? അധികം വൈകില്ല മുരളി. എന്നാ പിന്നെ പിള്ളേര് തമ്മിലുള്ള കളിയും ചിരിയും ഒക്കെ അത് കഴിഞ്ഞു മതിയെന്ന് വെക്കണം. വെറുതെ എന്തിനാ ഒരു പേരുദോഷം കൂടെ വലിച്ചു വെക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ജോബുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ മുരളിയെ വിളിക്കാം. ഇറങ്ങട്ടെ. എന്നാ ശരി. മമ്മി, ചേർച്ചിൽ പോയിട്ട് വന്നതിന് ശേഷം ആളാകെ ഡള്ളാണല്ലോ. എന്തുപറ്റി? ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ തോന്നലുകളൊന്നും തെറ്റാറില്ല, അതാ ചോദിച്ചത്. എനിക്കൊരു പ്രശ്നവുമില്ല. അത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡെയ്സി കൊച്ച് കർത്താവിനെ പിടിച്ചൊന്ന് സത്യം ചെയ്തേ, എങ്കിൽ ഞാൻ വിശ്വസിക്കാം. നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാനിന്ന് മാളുവിന്റെ വീട്ടിൽ പോയിരുന്നു. കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ച് അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാലോ എന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് പോയത്. എന്നിട്ട് അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയോ? ഇതൊക്കെ മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് ഒരു ഒത്തുതീർപ്പുമായി അങ്ങോട്ട് പോരുതെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞത്. എന്നിട്ട് അവരെന്തു പറഞ്ഞു? നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളൊരു തലത്തിലാ അവർ ചിന്തിക്കുന്നത്. അപ്പുവിനെ ഇവിടെ നിർത്തിയിട്ടുള്ള ഒരു കോംപ്രമൈസിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നേയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആലോചന ഇവിടെ വെച്ച് മതിയാക്കാന്നാ അവർ പറയുന്നത്. ജോ, നമ്മുടെ ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? മമ്മിക്കും അങ്ങനെ തോന്നി തുടങ്ങിയോ? എങ്കിലൊരു കാര്യം ചെയ്യും, മമ്മി തന്നെ അപ്പുവിനോട് എവിടേക്കെങ്കിലും ഇറങ്ങി പൊയ്ക്കോളാൻ പറ. എല്ലാ പ്രശ്നങ്ങൾക്കും അതോടെ ഒരു പരിഹാരം ആവുമല്ലോ. എന്താ ജോ നീ പറയുന്നത്? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമേ ആകുമായിരുന്നില്ലല്ലോ. അപ്പു നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. മാളു നീ സ്നേഹിക്കുന്ന പെണ്ണും. രണ്ടിൽ ആരെയാ ഞാൻ ഒഴിവാക്കേണ്ടത്? രണ്ടുപേരെ ഒഴിവാക്കാതെ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല മമ്മി. ഇനിയിപ്പോ എന്താ ചെയ്യുക ജോ? നമുക്ക് അപ്പുവിനോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? മമ്മി എന്താ സംസാരിക്കാൻ പോകുന്നത്? മാളു അവളുടെ വീട്ടുകാരും ഈ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി തരണമെന്നോ? അത് തന്നെയല്ലേ അവൾ നമ്മളോടും പറഞ്ഞത്. അന്ന് അവൾക്ക് കുന്നോളം പ്രതീക്ഷ കൊടുത്തിട്ട് ഇപ്പോ അപ്പുവിനോട് ഇവിടുന്ന് ഒഴിഞ്ഞു തരാൻ പറയാൻ പോവാണോ മമ്മി? ഞാൻ അതല്ല ജോ ഉദ്ദേശിച്ചത്.
ഈ കല്യാണം നടക്കുന്നത് വരെ തൽക്കാലം അപ്പു വേറെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറട്ടെ. അത് കഴിഞ്ഞ് മാളുവിനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ? അതൊന്നും ശരിയാവില്ല മമ്മി. ഇപ്പം കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് കല്യാണം കഴിഞ്ഞാലും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെയൊക്കെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ മാളുവിന് കഴിയില്ല മമ്മി. അങ്ങനെയൊന്നും പറയരുത് ജോ. അവൾ ആകെ സങ്കടത്തില്ല. വീട്ടുകാരായിട്ട് ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ അവളുടെ മനസ്സൊന്ന് ആടിപ്പോയാ അവളെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റിയ നീ നാളെ തന്നെ പോയി ഒന്ന് മാളുവിനെ കാണണം. നീ അവളോടൊന്ന് തുറന്ന് സംസാരിച്ചാൽ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന എന്റെ വിശ്വാസം. അപ്പോ എനിക്കും നിനക്കും ആരാണെന്ന് അവളെ ബോധ്യപ്പെടുത്താനായാൽ അതുതന്നെയാവും ഇതിനുള്ള പരിഹാരം. പ്രിയപ്പെട്ട എൻ്റെ ആൻറ്റിക്കും ഡോക്ടറിനും ഞാൻ പോവുകയാണ്. എങ്ങോട്ടേക്കാണെന്ന് നിശ്ചയമില്ല. എങ്കിലും പോകാതെ തരമില്ല. നിങ്ങളുടെ അനുവാദമില്ലാതെ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ കാരണം 2 കുടുംബങ്ങളിലായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ അത് 3 ഇടങ്ങളിലായി വർദ്ധിച്ചു. അതിന് ഒരവസാനം വേണം. ഡോക്ടറോട് പ്രത്യേകം ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടരുത്. മറ്റാരെക്കാളും നിങ്ങൾ 2 പേരും നൽകിയ സ്നേഹത്തിനും പരിചരണത്തിനും നന്ദി. എന്ന് സ്നേഹത്തോടെ അപ്പു. ഗേറ്റിന്റെ താക്കോല്. രാത്രി വെറുതെ ഇത് ചാടിക്കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട. ഞാനും മമ്മിയും സംസാരിക്കുന്നത് താൻ കേട്ട് കാണുമെന്ന് ഞാൻ ഊഹിച്ചു. അപ്പോഴേ ഇന്ന് രാത്രിയില് ഇങ്ങനൊരു സാഹസത്തിന് താൻ മുതിരുമെന്ന് ഞാൻ ഊഹിച്ചു.
ഹലോ. താങ്ക്സ് എന്റെ ഊഹം തെറ്റിക്കാത്തതിന്. ഈ രക്ഷപ്പെടലുകൊണ്ട് അപ്പൂനൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കും. വേണമെങ്കിൽ എനിക്കും മാളുവിനും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗമെന്ന് കരുതി സമാധാനിക്കുകയും ചെയ്യാം. പക്ഷേ തൻ്റെ ഈ രക്ഷപ്പെടലുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ തോറ്റുപോകുന്ന ചിലരുണ്ട്. ഞാനും എൻ്റെ പാവം ഡെയ്സി ടീച്ചറും. ഞങ്ങളുടെ ഈ തീരുമാനമായിരുന്നു ശരിയെന്ന് എല്ലാവരെയും അധികം വൈകാതെ ബോധ്യപ്പെടുത്താമെന്ന് ഞാനും അമ്മയും വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അപ്പോൾ ഈ പ്രവൃത്തിയിലൂടെ ഇല്ലാതാക്കാൻ നീ നോക്കിയത്. ഞങ്ങളെ തോൽപ്പിച്ചിട്ട് അപ്പൂന് മാത്രമായി രക്ഷപ്പെടണമെന്നാണ് ഇപ്പോഴും തോന്നുന്നെങ്കിൽ പൊയ്ക്കോളൂ. എന്താ പോണ്ടേ? ഐ എം സോറി. സോറി. ആരാ? ഞാനിവിടുത്തെ സെർവന്റാ. സെർവന്റോ? അതെ. സാറാരാ? ഞാനേ ഈ വീട്ടിലൊരാളാ. എന്നിട്ട് ഇങ്ങനൊരാൾ ഇവിടെയുള്ള കാര്യം സാറും മേഡം പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ കയറാൻ പറ്റില്ലെന്നാണോ ഇയാൾ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അഭിമാവൻ എപ്പോ എത്തി? ദേ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴാ ഇവിടെ പാറാവ് ഡ്യൂട്ടിക്ക് ആളെ ഏർപ്പെടുത്തിയെന്ന് അറിഞ്ഞത്. കേട്ടോ ഗീത, ഞാൻ ഈ വീട്ടിലൊരാളാണെന്ന് പറഞ്ഞിട്ടേ ഈ കൊച്ചിനങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അതെ, സംശയം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ദേ ഇവിടെ ചോദിച്ചാ മതി കേട്ടോ. അയ്യോ, എനിക്ക് സംശയമൊന്നും ഇല്ല സാർ. സാറിന് ചായ എടുക്കട്ടെ? അതാണ് ശിക്ഷയെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ മധുരം ഇടാതിരിക്കാനുള്ള ദയവുണ്ടാവണം. എന്ന് വെച്ചാ പഞ്ചസാര വേണ്ടെന്ന് മനസ്സിലായി. സാറ് ഭയങ്കര തമാശക്കാരനാണല്ലോ മാഡം. ചായ ഇപ്പൊ കൊണ്ടുവരാമേ. മാഡത്തിന് വേണോ? വേണ്ട. ഏതാ ഗീതേ പുതിയൊരു അവതാരം? BP അപ്പോയിന്റ് ചെയ്തതാ. BPക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാനും റൂം ക്ലീൻ ചെയ്യാനും തുണി വാഷ് ചെയ്യാനും ഒക്കെ. അതെന്താ അങ്ങനെ? ബന്ധം ഒഴിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങളിപ്പോ 2 സ്വതന്ത്ര വ്യക്തികളാണല്ലോ അമ്പിയമ്മ. അപ്പോൾ ഇനി ഭാര്യയുടെ അവകാശങ്ങളൊന്നും എന്നിലില്ലെന്ന് ബോധ്യപ്പെടുത്താൻ BP കണ്ടുപിടിച്ചൊരു സൂത്രപ്പണി. ആഹാ, എന്നിട്ട് നീ ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്തോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഗീത, നീ ഇതിനൊന്നും കൂട്ടു നിൽക്കരുതെന്ന്. നിന്നോട് ചോദിക്കാതെ ഈ സ്ത്രീയെ ജോലിക്ക് വെച്ച ദിവസം തന്നെ നീ അവരെ പറഞ്ഞു വിടണമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാനും ആദ്യം കരുതിയത്. പക്ഷെ അതിന് തടയിടാൻ BP ഒരു മുഴ മുന്നേ എറിഞ്ഞു കഴിഞ്ഞു. BPക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന സർവീസിനൊക്കെ ശമ്പളം വാങ്ങണമെന്ന്. അങ്ങനെയെങ്കിൽ മീഡിനെ ഒഴിവാക്കാമെന്ന്. അത് ശരി. അപ്പോ രണ്ടും കൽപ്പിച്ച് തന്നെ അയാൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ഗീത. സാരമില്ല അമ്പിയമ്മ, ഇപ്പൊ ഞാൻ ഇതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. സ്വന്തം വീട്ടിൽ പേയിങ് ഗസ്റ്റിനെ പോലെ കഴിയുക, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും തുണി കഴുകുന്നതിനും ശമ്പളം പറ്റുക, ഇതൊക്കെ അനുഭവിക്കാനും വേണം ഭാഗ്യം. എവിടെ ആള്? മുറ്റത്ത് കാറ് കണ്ടില്ലല്ലോ. പുറത്തെവിടെ പോയതാ? എവിടെ, ആരെ കാണാൻ? ഇതൊന്നും ഇപ്പൊ ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ. നീ ഇത്രയ്ക്കും പാവമായി പോയല്ലോ ഗീത. ഇങ്ങോട്ട് വരട്ടെ അയാള്. ഇന്ന് അയാളോട് 2 സംസാരിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ കൊച്ചിനോട് ചായ ഇവിടെ വെച്ചേക്കാൻ പറ.